വെള്ളം, വൈദ്യുതി, ഊർജ്ജ മേഖലയിലെ ലോകത്തെ തന്നെ പ്രധാന സമ്മേളനങ്ങളിലൊന്നാണ് ദുബൈയിൽ നടക്കുന്ന വെറ്റെക്സ്. സുസ്ഥിര വികസനവും സാങ്കേതിക മികവുമായിരുന്നു ഇത്തവണത്തെ പ്രധാന ചർച്ചാ വിഷയം. വെറ്റെക്സിൽ നിന്നും അക്ഷയ് പേരാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. വികസനത്തിൻ്റെ ഏറ്റവും മികച്ച മാതൃക മുന്നോട്ട് വെക്കുന്നതിനോടൊപ്പം പ്രകൃതിയെയും ചുറ്റുപാടുകളെയും വരുന്ന തലമുറകളെ കൂടി ചേർത്ത് പിടിക്കുകയാണ് ദുബായ്. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി സംഘടിപ്പിക്കുന്ന വെറ്റെക്സ് എക്സിബിഷൻ. സുസ്ഥിര വികസനത്തിൽ ഏറ്റവും മികച്ച മാതൃകകളും ഏറ്റവും മികച്ച ടെക്നോളജികളും അവതരിപ്പിക്കുന്ന ഒന്നാണ് വെറ്റെക്സ്. ദേവ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന വാട്ടർ, എനർജി, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എക്സിബിഷനാണ് വെറ്റെക്സ്. ലോകമെമ്പാടുമുള്ള പുതിയ സാങ്കേതിക വിദ്യകളും പരിഹാരങ്ങളും ഒറ്റ വേദിയിൽ അണിനിരന്നു. യുഎയുടെ സുസ്ഥിര വികസന മാതൃകയ്ക്ക് വേഗത പകരുന്നത് കൂടിയായിരുന്നു മേള. വിവിധ സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കുന്നതിനും സുസ്ഥിരമായ പരിഹാരങ്ങൾ തേടിയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി കമ്പനികളാണ് മേളയിലെത്തിയത്. വെറ്റെക്സിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ വർഷത്തിന്റെ വെറ്റെക്സിന്റെ ഭാഗമായി ഗൾഫിനിറ്റി ഇവിടെ സോളാർ ഇലക്ട്രിക്കൽ ബോട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബോട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബോട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടൂറിസം, പാസഞ്ചർ ട്രാൻസ്പോർട്ട്, ഫിഷറീസ് ആൻഡ് ഡിഫൻസ്. ആസ എല്ലാ വർഷവും കൃത്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു എക്സിബിഷനാണ് വെറ്റെക്സ്. ജലസംരക്ഷണം, സൗരോർജ്ജ സംവിധാനം, ഊർജ്ജ പുനരുപയോഗം തുടങ്ങിയ മേഖലകളിലെ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകൾ മേളയിൽ പ്രദർശിപ്പിച്ചു. ദുബായ് വെറ്റെക്സിൽ RTA പരിചയപ്പെടുത്തുന്ന ഇലക്ട്രിക്കിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂൾ ബസ്സാണ് നമ്മളീ കാണുന്നത്. സസ്റ്റൈനബിലിറ്റിയെ കൂടുതൽ വികസനത്തിൽ ചേർത്ത് പിടിക്കുകയാണ് ദുബായ് ഗവൺമെൻറ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന സ്കൂൾ ബസ്സുകൾ കൂടി ഇലക്ട്രിക്കിൽ പരിചയപ്പെടുത്തുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളിലെ ലോകത്തെ ഏറ്റവും മികച്ച കമ്പനികൾ ഉൾപ്പെടെ മേളയിലെത്തി. RTA പരിചയപ്പെടുത്തുന്ന ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഡെലിവറി സ്കൂട്ടറാണ് ഈ കാണുന്നത്. ഇത്തരം സ്കൂട്ടറുകളെ ഇനി കൂടുതൽ ദുബൈയുടെ നിരത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജിയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാറ്ററികൾ നമുക്ക് ആവശ്യാനുസരണം ഈ പറയുന്ന ID സ്കാൻ ചെയ്തുകൊണ്ട് ഓരോ ഡെലിവറി റൈഡർക്കും എടുക്കാനും ബാറ്ററിയിൽ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഓടാനും സാധിക്കും. ഏതാണ്ട് 110 കിലോ സ്പീഡിൻ്റെ മാക്സിമം സ്പീഡ് കപ്പാസിറ്റി. കാരണം ഈ കുഞ്ഞൻ സ്കൂട്ടർ ആളത്ര നിസ്സാരക്കാരനല്ല. ഓൾറെഡി ഈ പറയുന്ന തലബാത്ത് നൂൺ അടക്കമുള്ള പല കമ്പനികളുമായും RTA ഏതാണ്ട് ധാരണയിലെത്തിക്കഴിഞ്ഞു. ടെറ എന്ന ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്കാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതലയുള്ളത്. അവരാണ് ഈ ഒരു ടെക്നോളജി അവതരിപ്പിച്ച് RTAയിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടുള്ളത്. ദുബൈയിൽ ഏതാണ്ട് 30-ലധികം സ്ഥലങ്ങളിൽ ഈ ഒരു ബാറ്ററി സ്വാപ്പിംഗ് മെഷീനുകളടക്കം സ്ഥാപിക്കാനുള്ള അനുമതി RTA നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ കമ്പനി അധികൃതർ നമ്മളോട് പറയുന്നത്. It is fully electric. It has a dual battery setup. It can goes up to 100 km range with an average speed of 80 to 95 km per hour. And rider can come to the charging station. They can directly use end user app, scan it, and they can swap the batteries 30 seconds, and they can go easily. So right now we have a partnership with RTA. So RTA has their riding resting areas. Over there we're going to install the stations. So right now we have 36 locations to install the BSS. 3 ദിവസങ്ങളിലായി ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന പരിപാടിയിൽ 100 കണക്കിന് പേരാണ് പങ്കാളികളായത്. ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോയിങ് ചെയ്യുന്നൊരു കൺട്രിയാണ്. അതിൻ്റെ കൂടെ തന്നെ അവർ ശ്രദ്ധിക്കുന്നത് കൂടുതലായിട്ടും ഈ നാച്ചുറൽ പരിസ്ഥിതിപരമായിട്ടുള്ള കാര്യങ്ങൾ അഥവാ സസ്റ്റൈനബിലിറ്റിയെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കർഷക മേഖലയിലെ പുത്തൻ മാറ്റങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നതായിരുന്നു പ്രദർശനം. ഇപ്പം ദുബായിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം സസ്റ്റൈനബിലിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ ഇപ്പം റെസ്റ്റോറൻറ്റ്സ്, അതേപോലെ തന്നെ സ്കൂൾസ്, എല്ലാ കാര്യങ്ങളും തന്നെ ഹൈഡ്രോപോണിക്സ് എന്ന സോയിൽലെസ് രീതിയിലേക്ക് കുറച്ചുകൂടെ അവരാണെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു സോയിൽലെസ് കൾച്ചർ ആയതുകൊണ്ട് തന്നെ
ഇപ്പം നമുക്ക് കുറച്ചുകൂടെ സ്പേസ് കൺസ്യൂം കുറവാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടൈം നമുക്ക് കുറച്ച് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഒരു ചെറിയൊരു ഏരിയയിൽ തന്നെ നമുക്ക് ഒരു ലാർജ് എമൗണ്ട് പ്ലാന്റ്സ് നമുക്ക്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹൈഡ്രോപോണിക്സ് എല്ലാവരും തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഔട്ട്ഡോർ സ്പേസ് ഇല്ലാത്തവർക്ക് ഇൻഡോറിലേക്കും ചെയ്യാൻ പാകത്തിന്, ഇപ്പം നമുക്കൊരു ദുബായിലുള്ള ഒരു സ്പേസിൻ്റെ ഒരു പ്രശ്നമുള്ളിടത്ത് തന്നെ നമുക്ക് ഇൻഡോറിലേക്കും ഔട്ട്ഡോറിലേക്കും ഒരേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ് ഇപ്പം ഹൈഡ്രോപോണിക്സിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫ്യൂച്ചർ ലൈക്ക് അവരുടെ ഒരു ഫ്യൂച്ചറിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും ഇപ്പോൾ ദുബായ് ഗവൺമെൻറ് എല്ലാ രീതിയിലും നമുക്ക് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് ഈ അഗ്രികൾച്ചർ സെക്ടർ ആണെന്നുണ്ടെങ്കിലും എനർജി സേവിങ് ആണെങ്കിലും സീറോ പൊല്യൂഷൻ ആണെങ്കിലും വരുന്നത്. പ്രദർശനത്തിന് പുറമെ വിവിധ സെമിനാറുകളും കോൺഫറൻസുകളും സന്ദർശകർക്ക് മികച്ച അനുഭവമായി മാറി. നമുക്ക് ശരിക്കും യുഎനെ സംബന്ധിച്ചിടത്തോളം ഒരു സിഗ്നിഫിക്കൻ്റ് ആണ് ഡീസലിനേഷൻ. അപ്പോൾ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് എന്താണ്, അതിൽ തന്നെ എത്ര എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്ന മെത്തേഡ്സ് എന്താണ്, അത് ഓൾ ദി എക്സ്പെക്ട് അതൊരു ഇന്നോവേഷൻസ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസിൻ്റെ മുകളിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ ലെവലാണെങ്കിലും അല്ലെങ്കിൽ അതൊരു ട്രീറ്റ്മെൻറ്റ് ലെവലിലാണെങ്കിലും എന്തൊക്കെയുണ്ടെന്നത് നമുക്ക് ഇവിടുന്ന് ഈ ഒരു പവലിയൻ മൊത്തത്തിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോളാറിൽ എന്തൊക്കെ പ്രൊവിഷൻസ് ഉണ്ട്, ലൈക്ക് സോളാർ ബോർഡ്സ് വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഒരു പ്ലാന്റേഷൻസിൽ എങ്ങനെ അല്ലെങ്കിൽ ഫാമിങ്ങിൽ എങ്ങനെ, അതിനെന്താണ് പുതിയ സൊല്യൂഷൻ, അത് ത്രൂ നമുക്ക് എത്ര തിരിച്ച് നേച്ചറിലേക്ക് ഗിവ് ബാക്ക് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്രൊവിഷൻസ് വരുന്നത്. ദേവൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് യുഎയുടെ ഒരു വിഷനെ ഡയറക്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത്, ലൈക്ക് ആ ഒരു ഫ്യൂച്ചർ ജനറേഷനും കൂടി എങ്ങനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം എക്കോ ഫ്രണ്ട്ലി ആയി സീറോ ഒരു എമിഷനിൽ നമ്മുടെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാം, ആ ഒരു മോഡലുള്ള ഒരു വിഷനിൽ നടത്തുന്ന ഒരു പ്രോഗ്രാം. ഭാവിയിലേക്കുള്ള സുസ്ഥിരമായ പരിഹാരങ്ങളെല്ലാം ഒരിടത്ത് കാണാനും ചർച്ച ചെയ്യാനും അവസരം നൽകുന്നതായി മാറി ഗൾഫിലെ ഏറ്റവും വലിയ ഊർജ ജലമേഖലയിലെ പ്രദർശനം. ഈ ആഴ്ചയിലെ വീക്കെൻഡ് അറേബ്യ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച